ഹലോ ഫ്രണ്ട്സ്, വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അഹമ്മദാബാദ് ലണ്ടൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് അപകടപ്പെട്ട വിവരം ഇന്ന് ഉച്ചയോട് കൂടിയിട്ടായിരുന്നു. വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായി വരികയാണ്. കപ്പകലാപകടം കഴിഞ്ഞു, അതിനുശേഷം വിമാനാപകടം. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വിമാനാപകടങ്ങളിലെ ഏറ്റവും വലിയൊരു അപകടമായിട്ട്, ഒരു ദുരന്തമായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. വളരെയധികം വിഷമം തോന്നുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും. ഈ ദുഃഖത്തോടു കൂടി ഈ വാർത്ത നമ്മൾ കേൾക്കാന്നല്ലാതെ അതിൽ കവിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരവും ആർക്കും അറിയുന്നില്ല. 242 പേരാണ് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് വരെ ഒരു 110 പേര്, 125 പേരാണ് മരണസംഖ്യ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ളത് 242 പേരും മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ നമ്മുടെ മലയാളികളുണ്ട്, വിദേശികളായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ആരോ ആയിക്കോട്ടെ, ഏത് രാജ്യത്തോ അല്ലെങ്കിൽ ഏത് ഭാഷ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരോ ആരോ ആയിക്കോട്ടെ, പൊലിഞ്ഞു പോയത് ജീവനാണ്, മനുഷ്യജീവനാണ്. അത് എത്രയാണെന്നുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിന് തീരാത്ത നഷ്ടം തന്നെയാണ് എത്രയാണെങ്കിലും. അപ്പോൾ ന്യൂസൊന്നും കാണാൻ പറ്റില്ല, TV ഒന്നും തുറക്കാൻ കഴിയുന്നില്ല. ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളതാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ മരിച്ചുപോയ ആളുകളുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. വളരെയധികം സങ്കടത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. കാരണം അതിൽ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ഓരോരുത്തർ നാട്ടിലേക്ക് പോകുന്നവരുണ്ട്, നാട്ടിൽ നിന്ന് തിരികെ പോകുന്നവരുണ്ട്. എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് എന്താ പറയുക, അല്ലാത്ത നമുക്കത് ചിന്തിക്കാം. നമ്മളിൽ ഒരാൾക്കാണെങ്കിലും അല്ലെങ്കിലും നമ്മൾക്കത് വേദന തന്നെയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇപ്പോൾ അടിക്കടി ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായി വരികയാണ്. എന്തോരം ആളുകളാണ് മരിച്ചു പോകുന്നത്. ഓരോ നിമിഷവും ഓരോരോ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചു പോവുകയാണ്. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക, അല്ലാതെ മറ്റൊന്നും പറയാനായിട്ട് കഴിയില്ല. ഒരു നിമിഷം കഴിയുമെങ്കിൽ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുമാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പ്രണാമം.